പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ അഭിഷേകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇതാ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരുടെയും തലയിൽ ഈശോ തൻ്റെ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുന്നതായി അച്ഛൻ കാണുകയാണ്. മക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായി ഞാൻ കാണുന്നു. ഈ വചനം കേൾക്കുമ്പോൾ അസ്വസ്ഥരായി വിഷമിക്കുന്ന മക്കളെ ഓർത്ത് വിഷമിക്കുന്ന ആ മാതാപിതാക്കളുടെ തലയിൽ കരങ്ങൾ വെച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, കർത്താവ് ഇടപെടുമെന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കേൾക്കുകയാണ്. പെമ്മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛനെ വിളിച്ചും എഴുതിയും അപേക്ഷിക്കുന്ന അനവധിയായ മക്കളുണ്ട്. 30 വയസ്സ് കഴിഞ്ഞു, 27, 28, 29, ഇതാ 40 വയസ്സിനടുത്ത് വരെ ആയിട്ടും കല്യാണം നടക്കാതെ വിഷമിക്കുന്ന പെൺമക്കളുടെ മാതാപിതാക്കള് ഈ ദിവസങ്ങളിൽ എന്നെ വിളിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, അവരുടെ കണ്ണുനീരൊപ്പാൻ ഏത് കാരണമാണെങ്കിലും ശരി അവർക്ക് വിടുതൽ കൊടുക്കാൻ ഒരമ്മ പറഞ്ഞത്, അച്ഛാ, കല്യാണപ്രായമായ എൻ്റെ മകളാ, പക്ഷെ വിഷാദ രോഗത്തിന് അടിമയായി അവളെ മരുന്ന് കൊടുത്തിരുന്നതാ. അപ്പോൾ മരുന്നൊക്കെ നിർത്തി നോർമലായി വന്നുകൊണ്ടിരുന്നതാ. എന്നാൽ വീണ്ടും പഴയതുപോലെയായി. അച്ഛൻ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും വിഷാദ രോഗത്തിന്, ഡിപ്രഷൻ അടിമകളായി അവരുടെ കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും ഈ കുട്ടികളെ കൊണ്ട്, ഈ മക്കളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ സീറോ മലബാർ സഭ 50 നോൻപ് ആചരിക്കുമ്പോൾ, നമ്മുടെ ലത്തീൻ സഭ 40 ദിവസത്തെ നോമ്പ് ആചരിക്കുമ്പോൾ, ഈ 2 നോമ്പ് ആചരണങ്ങളും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് സഭയുടേതാ. അപ്പൊ അതുകൊണ്ട് ഈ ദുഷ്ടശക്തികളെ പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ടും അല്ലാതെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഡെലിവറൻസിന്റെ കാലഘട്ടമാണ്. നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറി നമ്മുടെ സമ്പത്ത് തകർത്ത്, നമ്മുടെ ആരോഗ്യം തകർത്ത്, നമ്മുടെ സമാധാനം തകർത്ത്, നമ്മുടെ കുടുംബങ്ങളെ തകർത്ത് നമ്മളെ അസ്വസ്ഥരാക്കുന്ന ആ സാത്താനെതിരെയുള്ളൊരു പടവെട്ടലാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ യുദ്ധമാണ്. അതിനുള്ള കരുത്ത് ആർജിക്കലാണ് പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം മേഖലകളിൽ കർത്താവ് വിമോചനം നൽകാൻ പോകുക. കച്ചവട തടസ്സങ്ങൾ നേരിടുന്നവര്, കടബാധ്യതകൾ മൂലം തല ഉയർത്താൻ പറ്റാതെ നിൽക്കുന്നവര്, പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടി കേട്ടോ. 90 ദിവസങ്ങൾ രാവിലെ വൈകുന്നേരം കേട്ടോ. ഇത് പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്ത് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുക. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുക. നിങ്ങളുടെ അസ്വസ്ഥതകളുടെ മേൽ ഇടപെടാൻ പോകുക. നിങ്ങളുടെ രോഗങ്ങളുടെ മേൽ ഇടപെടാൻ പോകുക. നിങ്ങളുടെ തകർച്ചകളുടെ മേൽ ഇടപെടാൻ പോകുക. നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ മേൽ ഇടപെടാൻ പോകുക. നിങ്ങളുടെ ബിസിനസിന്റെ മേൽ ഇടപെടാൻ പോകുക. നിങ്ങളുടെ നിരാശകളെടുത്ത് പുറത്തു കളയുക. നിങ്ങൾ ഇനി ആദിവ്യാധികളെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി പടപൊരുതാൻ ഈ അത്ഭുത അൾത്താരയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുക. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ഭദ്രാസന ദേവാലയം, ഈ കോഴിക്കോട് ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ നിറഞ്ഞു കവിഞ്ഞ മക്കളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത ചൊവ്വാഴ്ച
നമ്മുടെ കുട്ടികളുടെ പരീക്ഷ പ്രാർത്ഥനയാണ്. സാധിക്കുന്ന മക്കളെ നിങ്ങൾ കൊണ്ടുവരിക. കാരണം മാർച്ച് മാസത്തിൽ വലിയ പരീക്ഷയാണ്. അടുത്ത ചൊവ്വാഴ്ച പ്രത്യേകിച്ച് കോഴിക്കോട് ഈ ജില്ലയിലുള്ള മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ കൂട്ടിക്കൊണ്ട് വൈകുന്നേരം വാ. 6 മണി മുതൽ 8:30 മണി വരെ കുഞ്ഞുങ്ങളെ അൽത്താരിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പരീക്ഷോപകരണങ്ങളെ ആശീർവദിച്ച് അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിക്കും ജ്ഞാനത്തിനും പരീക്ഷ എഴുതാനുള്ള ഓർമ്മശക്തിയും ഈ ദിവസങ്ങളിൽ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് കിട്ടാനും അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ നിന്നും അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ജഡികമായ കാര്യങ്ങളിൽ നിന്നും തെറ്റായ ബന്ധങ്ങളിൽ നിന്നും അവർക്ക് വിടുതൽ കൊടുക്കുന്ന ദിവസമാണ്. പ്രാർത്ഥിച്ചോ മക്കളെ. അതോടൊപ്പം തന്നെ മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച മുതൽ പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയത്തിൽ താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുക. പ്രിയപ്പെട്ടവർ, താമസിച്ചുള്ള ധ്യാനത്തിൽ അച്ഛനാർത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. സാധിക്കുന്നവർ നിങ്ങളെ ധ്യാനത്തിൽ ബുക്ക് ചെയ്യാത്തവർ വേഗം ബുക്ക് ചെയ്യുക. വളരെ കുറച്ച് പേർക്കാണ് അവിടെ പങ്കെടുക്കാൻ പറ്റുന്നത്. അത് മാതാവിൻ്റെ അത്ഭുത പള്ളിയാണ്. അവിടെ ഒരു 3 ദിവസം ആയിരിക്കുന്നത് തന്നെ ഡെലിവറൻസാ, വിടുതല. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെങ്കിലേക്ക് മടങ്ങുവിൻ. ആമേൻ. അഭിഷേകമുള്ള വചനം. ഈ വചനം തന്നെ നിങ്ങൾക്ക് ഡെലിവറൻസ് കിട്ടിയ നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ശാപങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ചാവുദോഷങ്ങളിൽ നിന്ന് കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. നിങ്ങൾ ഒരു ചുവട് കർത്താവിൻ്റെ അടുത്തേക്ക് വെക്കാൻ ആഗ്രഹിച്ചാൽ മതി. കർത്താവ് 2 ചുവട് നിങ്ങളുടെ അടുത്തേക്ക് വെക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവ് വരും. അങ്ങനെ ഡെലിവറൻസ് നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവമേ, അനന്തവും അഗ്രാഹ്യവുമായ അങ്ങയുടെ ശക്തിയാൽ ഈ മക്കളെ കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഈ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹ ഈ മക്കളെ രക്ഷിക്കട്ടെ. ആത്മീയവും ശാരീരികവുമായ രോഗപീഠകളിൽ നിന്നും പിശാച് ബാധകളിൽ നിന്നും ഈ മക്കളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പരിപാലനയെ ഞാൻ വാഴ്ത്തുന്നു. ഈ മക്കളിലുള്ള എല്ലാവിധ രോഗങ്ങളെ ബന്ധിക്കണമേ. ക്യാൻസറിനെ, ശാപങ്ങളെ, പാപങ്ങളെ, ട്യൂമറിനെ, അലർജിയെ, കിഡ്നി രോഗങ്ങളെ, പാൻക്രിയാസിൻ്റെ രോഗങ്ങളെ, രക്തസ്രാവങ്ങളെ, യൂറിനറി ഇൻഫെക്ഷനുകളെ, തലവേദന, തലകറക്കങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥ, കൈവേദനകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആ രോഗാണുക്കളെ ബന്ധിക്കുന്നു. രോഗാണുക്കളെ, രോഗപീഠകളെ, നാരകശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം അനോയിന്റിങ്ങിന്റെ ദിവസമാണ്. ഈ ദേവാലയത്തിൽ ഈശോയോട് വിളിച്ചു വെക്കും. നേരത്തെ വരുന്നവർക്ക് ഇവിടെ ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിലും സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലും കൗൺസിലിംഗ് കൊടുക്കുന്നു. 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണി മുതൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ, കുന്തിരിക്ക അഭിഷേക പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട മക്കളെ, സാത്താനെയും അവൻ്റെ സകല ശക്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനയാണ്. ഒരുപാട് മക്കൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വന്ന് ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. താമസിക്കാനുള്ള ആഗ്രഹിക്കുന്ന മക്കൾ നേരത്തെ തന്നെ പറഞ്ഞ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. മിതമായ നിരക്കിൽ വേറെ ധ്യാന കേന്ദ്രത്തിലാണ് അത് ഒരുക്കുന്നത്.
ഒരു ദിവസം മുഴുവൻ ഈ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് അച്ഛൻ കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഉച്ചക്ക് വൈകുന്നേരം 8:30 മണിക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്. തിരികെ പോകാനുള്ളവർക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും അച്ഛൻ വാഹന സൗകര്യം ഒരുക്കുന്നുണ്ട്. അപ്പം മക്കളെ സാധിക്കുന്നവർ ഈ ഒരു അഭിഷേകം, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് പറ്റുന്ന മക്കളൊക്കെ ഈ ശുശ്രൂഷ പങ്കെടുക്കാനായിട്ട് വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.